ക്രിസ്ത്യൻ സഹോദരങ്ങളെയും മുസ്ലിം സഹോദരങ്ങളെയും തമ്മിൽ തല്ലിപ്പിക്കാൻ ബി.ജെ.പിയും CPM-ഉം ശ്രമിക്കുന്നു എന്ന് ശ്രീ വി.ഡി. സതീശൻ. ബി.ജെ.പിയുടെ ശ്രമത്തിന് അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ശ്രമത്തിന് CPM കുടപിടിക്കുന്നു എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി ഉത്തരവാദിത്തത്തോടെ പറഞ്ഞത്. ശ്രീ വി.ഡി. സതീശന്റെ പ്രസ്താവനയും യഥാർത്ഥത്തിൽ എന്താണ് മുനമ്പം വിഷയമെന്നും മുനമ്പം വിഷയം യഥാർത്ഥത്തിൽ ഒരു ഭൂമി പ്രശ്നമല്ല എന്നതുകൊണ്ടാണ് നമ്മൾ സമർത്ഥിക്കുന്നത്. ആദ്യം ശ്രീ വി.ഡി. സതീശന്റെ പ്രസ്താവന നമുക്ക് ഒന്ന് വായിക്കാം, അതിനുശേഷം ഈ വിഷയത്തിലേക്ക് വരാം. ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞത് വളരെ സത്യമാണ്. ആ സത്യം എന്താണെന്ന് പറഞ്ഞാൽ, മുനമ്പത്ത് രണ്ട് മതവിഭാഗങ്ങളെ തമ്മിലടുപ്പിക്കാൻ സംഘപരിവാർ ശ്രമിച്ചു, LDF സർക്കാരിന് അതിന് കുട പിടിച്ചു എന്ന് മുഖ്യമന്ത്രി. ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. എന്തുകൊണ്ട് കറക്റ്റാണെന്ന് പറഞ്ഞാൽ, BJP-യിലെയും CPM-ലെയും എല്ലാവർക്കും എന്ന് പറയുന്നില്ല കേട്ടോ, വലിയൊരു വിഭാഗത്തിന് ഈ പ്രശ്നം അതേപോലെ നിലനിൽക്കണമെന്നാണ് ആഗ്രഹം. കാരണം കോൺഗ്രസിൻ്റെ അടിസ്ഥാന കോൺസ്റ്റിറ്റ്യുവൻസി, വോട്ട് ബാങ്ക് എന്ന് ഞാൻ പറയുന്നില്ല, നെഗറ്റീവായ ഒരു ടെർമിനോളജിയാണ്. കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായ സപ്പോർട്ട് സിസ്റ്റം ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റീസ് ആണെന്ന് നമുക്കറിയാം. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ 70 മുതൽ 75% വരെ വോട്ടുകൾ കോൺഗ്രസിനും, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ 65 മുതൽ 70% വരെ വോട്ടുകളും കോൺഗ്രസിനാണ് ലഭിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന് ഉള്ളിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും വിഘടിപ്പിച്ചാൽ അതിൻ്റെ രാഷ്ട്രീയ ലാഭം BJP-ക്കും CPM-നുമാണ്. CPM കളിക്കുന്ന ഏറ്റവും വലിയ കള്ളത്തരമെന്ന് പറഞ്ഞാൽ, CPM നിയമിച്ച വഖഫ് ബോർഡ് ഉമ്മീദ് പോർട്ടലിൽ അത് വഖഫ് ഭൂമിയായി മുനമ്പം രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ ആർട്ടിക്കിളും എഴുതി മുനമ്പം ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു. വളരെയധികം ആശങ്ക. ആരാ രജിസ്റ്റർ ചെയ്ത്? അവരുടെ പാർട്ടിക്കാർ, അവർ നിയമിച്ച വഖഫ് ബോർഡ്. എന്നിട്ട് അവർ ചെയ്തൊരു നടപടിക്ക് ബാക്കിയുള്ളവർക്ക് ആശങ്കയുണ്ട്. ശ്രീ വി.ഡി. സതീശന്റെ തലയിൽ ചാരാൻ വേണ്ടി അത് ശ്രമിക്കുകയുണ്ടായി. ശ്രീ വി.ഡി. സതീശൻ അതിശക്തമായി തന്നെ അതിനെ പ്രതിരോധിക്കുകയും ഈ രണ്ട് വിഭാഗങ്ങളെയും, നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങളെ തമ്മിൽ അടുപ്പിക്കാനുള്ള രാഷ്ട്രീയ അജണ്ട തുറന്നു കാട്ടുകയും ചെയ്തു. ഇത് വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വായിക്കാം. മുനമ്പത്ത് നിന്നുള്ള പാവപ്പെട്ട മനുഷ്യരെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകില്ലെന്നും സർക്കാർ അവരെ സംരക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വഖഫ് ബോർഡ് അവസാന സമയത്ത് എന്തിന് ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു എന്നും അദ്ദേഹം ചോദിച്ചു. രണ്ട് മതവിഭാഗങ്ങളെ തമ്മിലടുപ്പിക്കാനുള്ള സംഘപരിവാറിന്റെ ശ്രമമുണ്ടായി, അതിന് കുടപിടിക്കുന്ന നീക്കമാണ് LDF സർക്കാരിൽ നിന്നുണ്ടായെന്ന് ശ്രീ സതീശൻ ആരോപിച്ചു. യഥാർത്ഥത്തിൽ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, ഇനി ആ വിഷയം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഒരു മുസ്ലിം സഹോദരനും ആ ലാൻഡ് തിരിച്ചു പിടിക്കണമെന്നോ മറ്റോ അഭിപ്രായമില്ല. പക്ഷേ അവരുടെ യഥാർത്ഥ ആശങ്ക ഇതാണ്: സൂചി കയറ്റാൻ ഇടം കൊടുത്താൽ തൂമ്പ കയറ്റുമോ എന്ന പേടിയാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക്. ഇതാണ് അതിലെ അടിസ്ഥാന വിഷയം. മുനമ്പത്തെ ജനതയോടൊപ്പമാണ് കേരളത്തിലെ മുനമ്പത്തെ ജനത എന്ന് പറയുമ്പോൾ കൂടുതൽ ക്രിസ്ത്യാനികളും കുറച്ച് ഹിന്ദു വിഭാഗങ്ങളുമാണ്. ഹിന്ദു പിന്നോക്ക വിഭാഗങ്ങളുമുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ക്രിസ്ത്യാനികളിൽ തന്നെ ലത്തീൻ കത്തോലിക്ക വിഭാഗമാണ് അവിടെ കൂടുതൽ. കേരളത്തിലെ എല്ലാ ജനങ്ങളും മുനമ്പത്തെ ജനങ്ങളോടൊപ്പമാണ്. അത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒപ്പമാണ്. പക്ഷേ മുസ്ലിം സഹോദരങ്ങളുടെ ആശങ്ക യഥാർത്ഥത്തിൽ വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്നുള്ള തത്വം ഡയലൂട്ട് ആകുമോ എന്നാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1995 കൊണ്ടുവന്ന വഖഫ് നിയമത്തിലെ സെക്ഷൻ 40, അതിൻ്റെ വിമർശകർ പറയുന്നത് അതിന് വളരെ എക്സ്പാൻസീവായ, വളരെ സ്ട്രെച്ചബിളായ അമിതാധികാര പ്രയോഗത്തിനുള്ള കാര്യങ്ങളുണ്ട് എന്നാണ് ഒരു വാദം. യഥാർത്ഥത്തിൽ ഇത് കൊടുക്കാൻ കാരണം, ഇത് നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. നരസിംഹറാവു ബ്രാഹ്മണനാണ്, ഹിന്ദുവാണ്, ബഹുഭാഷാ പണ്ഡിതനാണ്. അത് കൊടുക്കുന്നതിൻ്റെ പശ്ചാത്തലം 1990-കളിൽ രാമജന്മഭൂമി ബാബറി മസ്ജിദ് വിഷയമടക്കം സംഭവിക്കുകയുണ്ടായി. അപ്പോൾ മുസ്ലിം പ്രോപ്പർട്ടീസ് വ്യാപകമായി കയ്യേറാൻ തീവ്ര ഹിന്ദുത്വ ശക്തികൾ ശ്രമിക്കുന്നു എന്ന് നാട്ടിലൊരവസ്ഥ വന്നു. അങ്ങനെ ഒരു ആശങ്ക വന്നു. പല അമ്പലങ്ങളും പള്ളികളുടെ താഴെ അമ്പലങ്ങളാണെന്നൊക്കെയുള്ള വാദഗതികൾ ഉന്നയിച്ച് പല പള്ളികളും അമ്പലങ്ങളാക്കി മാറ്റാൻ തീവ്ര ഹിന്ദുത്വവാദികൾ ശ്രമിക്കുന്നു എന്നൊരവസ്ഥ വന്നു. ഈ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് അമ്പലവും പള്ളിയും ഒന്നുമില്ല. അവർക്കതൊരു പൊളിറ്റിക്കൽ പോയിന്റ് ഉണ്ടാക്കാനും മുസ്ലിം വിരോധം ഉണ്ടാക്കാനും അപരത്വം ഉണ്ടാക്കാനും ഉള്ള ഒരു വളഞ്ഞ വഴി മാത്രമാണ്. നമ്മൾ ആ വിഷയമൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെയാണ് RSSന്റെ സർസംഘചാലക് പോലും പറഞ്ഞത്, കാണുന്ന എല്ലാ മുസ്ലിം പള്ളിയുടെയും താഴെ പോയി ശിവലിംഗം തിരയേണ്ട ആവശ്യമില്ല എന്ന്. അത് വളരെ സ്വാഗതാർഹവുമാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, 90-കളിലെ രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നം ഒരു അമ്പലപ്പള്ളി തർക്കം ഉണ്ടാക്കുകയും അതിലുള്ള രാഷ്ട്രീയ ലാഭം ഉണ്ടാകുകയും സമാനമായി മുസ്ലിം സ്വത്തുക്കൾ വ്യാപകമായി കയ്യേറ്റം ചെയ്യപ്പെടും എന്ന ഭീതി ഉണ്ടാകുകയും ചെയ്തു. അപ്പോഴാണ് ശ്രീ നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് കൗണ്ടർ ബാലൻസ് ചെയ്യാനായിട്ട് വളരെ എക്സ്പാൻസീവ് പവേഴ്സ് ഉള്ളൊരു വഖഫ് ആക്ട് കൊണ്ടുവന്നത്. സിമിലർലി പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടും കൊണ്ടുവന്നു. അതായത് ബാക്കി 1947 ഓഗസ്റ്റ് 15 അമ്പലമായിരുന്നെങ്കിൽ അമ്പലമായിട്ട് നിൽക്കും, പള്ളിയാണെങ്കിൽ പള്ളിയായിട്ട് നിലനിൽക്കും. 1947 മുമ്പ് ഒരു ഡിസ്പ്യൂട്ടും നമ്മൾ റേസ് ചെയ്യരുത് തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടുവന്നു. അത് കറക്റ്റുമാണ്. കാര്യം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ദിവ്യമായ ദിനമാണ് ഓഗസ്റ്റ് 15, 1947. അതിനു മുമ്പുള്ള തർക്കങ്ങളൊക്കെ പഴയ തർക്കങ്ങളാണ്, നമുക്കത്
മറക്കാം, നമുക്ക് ഇന്ത്യക്കാരായി ഒന്നിക്കാം, ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും വിശ്വാസിയും അവിശ്വാസിയും എല്ലാം ഒന്നിക്കാം എന്നുള്ള നല്ല ഒരു തീരുമാനമാണ് നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്. ഇതുവരെ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് റിപ്പീൽ ചെയ്യാനൊന്നും നരേന്ദ്രമോദി ഗവൺമെൻറ്റും ശ്രീ അമിത്ഷായും ഒന്നും മുതിർന്നില്ല എന്നുള്ളതും സ്വാഗതാർഹമാണ്. അപ്പോൾ ഇത് വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. അതായത് നോർത്ത് ഇന്ത്യയിലെ ചില മതഭ്രാന്തന്മാർ, തീവ്ര ഹിന്ദുത്വവാദികൾ 3000 മുസ്ലിം പള്ളികൾ ഇതേപോലെ അമ്പലങ്ങളുടെ പേരിൽ പണിയുന്നുണ്ട്, ചിലർ 30,000 എന്ന് പറയുന്നുണ്ട്. അവരുടെ മനസ്സിൻ്റെ സങ്കുചിതത്വം പോലെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് വഖഫ് ആക്ട് വന്നത്. വേണമെങ്കിൽ ഒരു ലീഗൽ ബാലൻസിങ്ങിന് വേണ്ടി വഖഫ് ആക്ട് കുറച്ചുകൂടെ പ്രിസിഷൻ ആകാം, ചില വകുപ്പുകൾ കുറേ കൂടെ ക്രോഡീകരിക്കപ്പെടണം, അല്ലെങ്കിൽ ഷാർപ്പാക്കണം എന്നൊക്കെ തീർച്ചയായിട്ടും പറയാം. എന്നാൽ വഖഫ് ആക്ട് ഇല്ലാതാക്കുന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ മേൽ കുതിര കയറാനുള്ളൊരു നീക്കമാണെന്ന് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളടക്കം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ക്രിസ്ത്യൻ എംപിമാരടക്കം വഖഫ് ആക്ടിനെ, അതായത് പഴയ കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന വഖഫ് ആക്ടിനെ സപ്പോർട്ട് ചെയ്താണ് നമ്മുടെ പാർലമെൻറ്റിലടക്കം വോട്ട് ചെയ്തത്. അതിൻ്റെ കാരണം ഈ വഖഫ് ആക്ട് ലംഘിക്കുക എന്നുള്ളത് ഒരു ദുരുപദിഷ്ടമായ കാര്യമാണ്. രണ്ട്, മുസ്ലിങ്ങൾ എല്ലാ ദിവസവും ബാക്കി എല്ലാവരുടെയും പ്രോപ്പർട്ടി കയ്യേറാൻ ശ്രമിക്കുകയാണ് എന്നുള്ള ധാരണയൊന്നും ഉണ്ടാകരുത്. അതൊക്കെ വെറുതെ പറയുന്നതാണ്. ചില ആൾക്കാർ മനഃപൂർവ്വം വഖഫിനെ ഇടിച്ചു താഴ്ത്താനും അപമാനിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. നമ്മൾ ഹിന്ദുക്കൾക്ക് ദേവസ്വം എങ്ങനെയാണ്, അതുപോലെ ആൾക്ക് മുസ്ലിങ്ങൾക്ക് വഖഫ്. അതായത് ഹിന്ദുക്കളുടെ വഖഫാണ് ദേവസ്വം, സിമ്പിളായിട്ട് പറഞ്ഞാൽ. മുസ്ലിങ്ങളുടെ ദേവസ്വമാണ് വഖഫ്. അവർ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്ന, അവരുടെ ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. ഇതേപോലെ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ പള്ളിയും ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം. അപ്പം മുനമ്പം യഥാർത്ഥത്തിൽ ഒരു ഭൂമി പ്രശ്നമല്ല, ഒരു മുസ്ലിം ഇൻസെക്യൂരിറ്റിയുടെ പ്രശ്നമാണ്. മുനമ്പത്തെ ജനങ്ങൾക്ക് റവന്യൂ റൈറ്റ്സ് കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കും എന്നുള്ള സ്റ്റാൻഡിലാണ് ശ്രീ വി ഡി സതീശൻ നിൽക്കുന്നത്. മുസ്ലിം MLA-മാർ തന്നെ ആയിട്ടുള്ള ശ്രീ അൻവർ സാദത്ത് അടക്കം ആ സമീപനമാണ് നിൽക്കുന്നത്. കാര്യം മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നവും വളരെ സീരിയസ് ആണ്. ദീപിക പത്രമടക്കം അത് വളരെ വിശദമായി പറയുന്നുണ്ട്. അതായത് ഇവർക്ക് ഈ പ്രോപ്പർട്ടി എവിടെയെങ്കിലും പ്ലെഡ്ജ് ചെയ്ത് ലോൺ എടുക്കാൻ പറ്റുന്നില്ല, സമാനമായ പ്രശ്നങ്ങളുണ്ട്, ഭൂമി നഷ്ടമാകുമെന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു സങ്കീർണമായ പല തലങ്ങളിലുള്ള പ്രശ്നമാണ്. ഇത് പരിഹരിക്കാൻ നടപടികൾ വേണം. പക്ഷേ നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങളെ തമ്മിൽ തെല്ലിക്കുന്ന സമീപനം ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്ത്, BJP-യിലുള്ള നല്ല ആൾക്കാരും അതിൽ നിന്ന് ബാക്കിയുള്ളവരെ പിൻവലിക്കണം. ഇതേപോലെ CPM-ൻ്റെ പല ആൾക്കാരും കപട മതേതരത്വത്തിൻ്റെ മുഖം മൂടി വെച്ച് ഈ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാൻ ശ്രമിക്കുകയാണ് എന്ന് നമുക്കറിയാം. അതിനപ്പുറം ആത്മാർത്ഥമായി ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങളുടെ മനസ്സിൽ വിഷമങ്ങളില്ലാതെ, പോറലേൽപ്പിക്കാതെ, മുറിവേൽപ്പിക്കാതെ സമവായത്തിൻ്റെ പാതയിൽ തന്നെ ഇത് തീർക്കണം. മുസ്ലിം സമൂഹത്തിൻ്റെ ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ആ ലാൻഡിന് വേണ്ടിയിട്ടുള്ളതല്ല. ഒരു തെറ്റായ കീഴ്വഴക്കം ഉണ്ടാകുമോ, വ്യാപകമായ വഖഫ് പ്രോപ്പർട്ടികൾ നഷ്ടപ്പെടാൻ ഇങ്ങനൊരു പ്രീസിഡൻറ്റ് കീഴ്വഴക്കം കാരണമാകുമോ? ഇന്ത്യയിലെ പല നിയമങ്ങളും കീഴ്വഴക്കം കൂടി വെച്ചാണ് ചെയ്യുന്നത്. ലെറ്റർ ഓഫ് ദി ലോ ഉണ്ട്, അതോടൊപ്പം പ്രസിഡൻറ്റും കൂടിയുണ്ട്. അങ്ങനെ തെറ്റായ കീഴ്വഴക്കം ഉണ്ടാകുമോ എന്നാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ഇൻസെക്യൂരിറ്റി. ഇതാണ്, സൂചി കയറ്റാൻ സ്ഥലം കൊടുത്താൽ തൂമ്പ കയറ്റുമോ എന്ന പേടിയാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക്. ആ ആശങ്കകളടക്കം പരസ്പരം പറഞ്ഞ് ക്രിസ്ത്യൻ മുസ്ലിം ഐക്യത്തിൽ ഇത് പരിഹരിക്കാൻ നമ്മുടെ ഹിന്ദു മേനോൻ മുഖ്യമന്ത്രിയായ ശ്രീ വി ഡി സതീശന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.